വർക്ക് എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്ററിലെ 1 ഡയമെൻഷൻ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. അതിനുവേണ്ടി M1 എന്ന മാസ് എന്ന മാസുള്ള ബോഡി M2 എന്ന മാസുള്ള ബോഡി ഹിറ്റ് ചെയ്യുന്നു. M1 മാസുള്ള ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി U1 ആണെങ്കിൽ M2 മാസുള്ള ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി U2 ആണ്. ഇതിനെ ഹിറ്റ് ചെയ്യുന്നു. അത് ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. അതിനുശേഷം M1 M2 വീണ്ടും സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. അതിന് ഫൈനൽ വെലോസിറ്റി എന്നാണ് V1 M1 എന്ന ബോഡിയുടെ M2 എന്ന ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി V2 ആണ്. സോ ഇതാണ് സിസ്റ്റം. സോ ഇവിടെ U1 greater than U2 ആണ് ബിഫോർ കൊളീഷൻ. ആഫ്റ്റർ കൊളീഷൻ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ ആണോ? ഓക്കെ. സോ ടോട്ടൽ നമ്മുടെ ഇലാസ്റ്റിക് കൊളീഷൻ നടക്കുകയാണെങ്കിൽ അവിടെ ടോട്ടൽ മൂവ്മെന്റും ടോട്ടൽ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ബിഫോർ കൊളീഷനിൽ നിന്നാണ് ടോട്ടൽ മൂവ്മെന്റും ടോട്ടൽ കൈനറ്റിക് എനർജിയും, ആഫ്റ്റർ കൊളീഷന് ശേഷമാണ് ടോട്ടൽ കൈനറ്റിക് എനർജിയും ടോട്ടൽ മൂവ്മെന്റും സെയിം ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ. So total movement before collision equal to total movement after collision. Okay, okay. Total movement before collision equal to total movement after collision. So before collision the total movement under ഈ ബോഡിയുടെ മൂവ്മെന്റ് എന്താണ്? M1 U1 അല്ലേ? M1 U1 അല്ലേ? So M1 U1 plus M2 U2 M2 U2 equal to M1 V1 M1 V1 M2 V2 plus M2 V2. ഓക്കെ ആണോ? ഓക്കെ. ഇതിൽ നിന്ന് M1 ടേമുള്ളത് ലെഫ്റ്റിലോട്ടും M2 ടേമില്ല ടേംസിനെ റൈറ്റിലോട്ടും കൊണ്ടുപോകും. സോ ഇക്വേഷൻ എങ്ങനെയായി മാറും? M1 U1 minus M1 V1 equal to M2 V1 minus M2 V2 minus M2 U2. ഓക്കെ ആണോ? ഓക്കെ. ഇനി M1 ഇവിടെ കോമൺ അല്ലേ LHS. സോ ഔട്ട്സൈഡ് എടുത്ത് പുറത്തോട്ട് എടുത്ത് കോമൺ ആയിട്ട് പുറത്തോട്ട് എടുത്ത് M1 into U1 minus V1 എഴുതി. സോ ഇവിടെ M2 കോമൺ അല്ലേ പുറത്തോട്ട് എടുത്ത്. സോ M2 into V2 minus U2. ഓക്കെ ആണോ? ഇതിനെ ഇക്വേഷൻ 1 എന്താണ്? അങ്ങനെ ഇക്വേഷൻ 1. ഓക്കെ ആണോ? ഓക്കെ. ഇനി കൈനറ്റിക് എനർജി കൺസേർവ് ആണെന്ന് പറഞ്ഞാലോ മൂവ്മെന്റ് കൺസേർവ് ആയ പോലെ കൈനറ്റിക് എനർജി ഇലാസ്റ്റിക് കൊളീഷനിൽ കൺസേർവ് ആണ്. സോ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈക്വൽ ടു കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ. കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈക്വൽ ടു കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ. സോ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ എന്ന കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താണ്? ഹാഫ് എം വി സ്ക്വയർ അല്ലെങ്കിൽ ഹാഫ് എം യു സ്ക്വയർ. സോ ഇവിടെ kinetic energy എന്തായിരിക്കും? half m1 u1 square. So half m1 u1 square plus half m2 u2 square equal to half m1 v1 square plus half m2 v2 square എഴുതിയല്ലോ. ഓക്കെ ആണല്ലോ? സോ ഇനി M1 ടേമുകളെ ഒരു LHSലോട്ടും M2 ടേമുകളെ RHSലോട്ടും മാറ്റി വെച്ചു. ഓക്കെ ആണോ? ഇനി ഹാഫ് M1 LHS കോമൺ അല്ലേ? സോ പുറത്തോട്ട് എടുത്തു. സോ ഹാഫ് M1 into U1 square minus V1 square എഴുതി കൂടെ. ഓക്കെ ആണോ? ഓക്കെ. ഇവിടെ ഹാഫ് M2 കോമൺ ആണ്. രണ്ട് ടേമിലും ഹാഫ് M2 കോമൺ ആണ്. പുറത്തോട്ട് എടുത്ത ഹാഫ് M2 into V2 square minus U2 square എഴുതി കൂടെ. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. സോ ഇവിടെ ഹാഫും LHS ഹാഫ് കോമൺ ആയിട്ടുണ്ട്. സോ കട്ട് ചെയ്ത് കളയും. ഓക്കെ ആണോ? ഓക്കെ. ഇനി ബാക്കി എന്താണ്? M1 into U1 square minus V1 square equal to M2 into V2 square minus U2 square പറയുന്നത്. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞ് എഴുതി. സോ നമുക്ക് ടോട്ടൽ മൂവ്മെന്റ് ബിഫോർ കൊളീഷൻ ഈക്വൽ ടു ടോട്ടൽ മൂവ്മെന്റ് ആഫ്റ്റർ കൊളീഷൻ അതായത് മൂവ്മെന്റും കൺസർവേഷനിൽ നിന്ന് ഈക്വൽ ഇക്വേഷൻ കിട്ടി. അതിനാണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതിയത്. അതുപോലെ കൈനറ്റിക് എനർജി കൺസർവേഷനിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. അതിനാണ് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതിയത്. ഇനി ഇക്വേഷൻ 2/1 എഴുതാം. അതിന് ഇക്വേഷൻ 2/1 ചെയ്യാം. ഓക്കെ ആണോ? ഇക്വേഷൻ 2 divided by 1. ഇക്വേഷൻ 2 എന്താണ്? M1 into U1 square minus V1 square. അതിവിടെ എഴുതിയല്ലോ. ഈക്വൽ ടു M2 V2 square minus U2 square. അത് ഇവിടെ എഴുതി. ബൈ എന്താണ്? ഫസ്റ്റ് ഇക്വേഷൻ M1 U1 minus V1
ഈക്വൽ ടു m2v2 മൈനസ് u2 അത് ഇവിടെ എഴുതി ഡിവൈഡ് ചെയ്ത് എഴുതി. ഇനി കോമൺ ആയിട്ട് പിന്നെ m1 m1 പറയുന്നത് m2 കോമൺ ആയി കട്ട് ചെയ്ത് പോയി. ബാക്കി എന്തുണ്ട് u1² മൈനസ് v1² ഉണ്ട് ബൈ u1 മൈനസ് v1 ഇവിടെ v2² മൈനസ് u2² ബൈ v2 മൈനസ് u2. ഓക്കെ ആണല്ലോ. സോ ഈ ടേം u1² മൈനസ് v1² പറഞ്ഞിട്ടാണ് a² മൈനസ് b² ഫോമിലല്ലേ. സോ a² മൈനസ് b² എന്താണ് a പ്ലസ് b ഇൻറ്റു a മൈനസ് b അല്ലേ. സോ ഈ ടേമിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കൂടെ എങ്ങനെ u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1 എഴുതി കൂടെ. അതുപോലെ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കൂടെ v2 പ്ലസ് u2 ഇൻറ്റു v2 മൈനസ് u2 എഴുതി കൂടെ. സോ ഇനി ഡിനോമിനേറ്റർ u1 മൈനസ് v1 ഇല്ലേ. സോ ഈ ടേമും ക്യാൻസൽ ആയി പോയില്ലേ. അതുപോലെ v2 മൈനസ് u2 v2 മൈനസ് u2 ഇവിടെ ക്യാൻസൽ ആയി പോയില്ലേ. ബാക്കി ഞാൻ ചെയ്യേണ്ടത് u1 പ്ലസ് v1 ഈക്വൽ ടു u2 പ്ലസ് v2. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് u1 ഒരു സൈഡിലോട്ടും v1 ഒരു സൈഡിലോട്ടും കൊണ്ടുപോയി. സോ എന്തുണ്ടാവും u1 മൈനസ് u2 ഈക്വൽ ടു v2 മൈനസ് v1. സോ ഇതിനെ നമുക്ക് വേണമെങ്കിൽ മൈനസ് പുറത്തിട്ടിട്ട് u1 മൈനസ് u2 ഈക്വൽ ടു മൈനസ് v1 മൈനസ് v2 എഴുതാം. സോ ഈ ഒരു ഇക്വേഷൻ ഓർക്കുക. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാവും v2 ഗ്രേറ്റർ ആണ്. ഈ v2 ആഫ്റ്റർ കൊളീഷൻ ഉണ്ടാവുന്ന v2 ഗ്രേറ്റർ ദാൻ v1 ആണ്. എന്ത് ഈ കൊളീഷൻ ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ കൊളീഷൻ എന്നോ v2 ആയിരിക്കും ഗ്രേറ്റർ ദാൻ v1. ഇവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി ട്രാൻസ്ഫർ ആയിപ്പോയി. ഓക്കെ ആണോ. സോ ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നു. താങ്ക് യു.